ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെസ്റ്റോയിലാണ് കേട്ടോ, ഓർസ നെസ്റ്റോയിൽ. നമ്മൾ മിക്കവാറും ഒക്കെ പോകുന്ന അവിടെ തന്നെയാണ്. ഇവിടെ വന്നാൽ ആദ്യമേ സാൻവി ഓടുന്ന ഈ ഒരു സെക്ഷനിലോട്ടാണ്. കാരണം നമ്മൾ വന്ന് കയറുമ്പോൾ ആ ഒരു എൻട്രൻസിൽ തന്നെ ആയിട്ട് തന്നെയാണ് ഈ കിഡ്സ് വാച്ച് ഇട്ടേക്കുന്നത്. അപ്പോൾ അവൾ കുറേ നേരം ആ ഒരു മൂലയിൽ അങ്ങ് ഇരുന്നോളും. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ഇത്രയും കളക്ഷൻസ് ഇല്ലായിരുന്നു. കുറേ വെറൈറ്റി പേരുകളൊക്കെ പറയുന്നത് കേട്ടോ. ഇത് സ്റ്റിക്ക് വാച്ച് അറിയാമല്ലോ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കയ്യിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. പിന്നെ സ്പിന്നർ വാച്ച്, പിന്നെ LED, പിന്നെ ഫാൻ വാച്ച്, അങ്ങനെ കുറേ വെറൈറ്റി എന്തൊക്കെ പറയുന്നു. ഇതാണ് ഫാൻ വാച്ച്, ഇത് LED വാച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ സെക്ഷനിലോട്ട്, ലേഡീസ് വാച്ച് സെക്ഷനിലോട്ടാണ്. ഒരുപാട് നല്ല വെറൈറ്റി ഇവിടെയും ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്, നല്ല നല്ല ഡിസൈൻസ് ആയിരുന്നു. വിലയും നല്ല കുറവായിരുന്നു. ഏതോ എനിക്ക് തോന്നുന്നു ഈ കാണിക്കുന്നതാണോ അതോ ഞാൻ ഫസ്റ്റ് കാണിച്ചതാണോ എന്തോ 10 ദിർഹമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നല്ല ഡിസൈൻസ് ആയിരുന്നു. ഇതൊക്കെ ആൾക്കാരൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ഓർഡർ ഇല്ലാതെയൊക്കെ ഇട്ടിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് ഓർഡർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ആൾക്കാർ നോക്കിയിട്ട് പിന്നെ എടുത്തിട്ട് ഒരു ഓർഡർ ഇല്ലാതെ ഇരിക്കും. ഞാനും കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഫുള്ളിങ്ങനെ ഓർഡർലെസ് ആയിട്ടാണ് കിടന്നത്. അപ്പം എന്നാലും ആൾക്കാരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ, പിന്നെ കുട്ടികളൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അവർ ഇങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ഇത് ബ്രേസ്ലെറ്റ് ഒക്കെയുള്ള വാച്ചാണ്. ഇത് ലെതർ ടൈപ്പ്. നമ്മൾ പണ്ട് നാട്ടിലൊക്കെ വാങ്ങിക്കുന്ന കറക്റ്റ് ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇത് കപ്പിൾ വാച്ചാണ്. കപ്പിൾ വാച്ചിൻ്റെ കളക്ഷൻ ഒരുപാട് അധികമൊന്നുമില്ലായിരുന്നു, എന്നാലും ഉണ്ട്, അത്യാവശ്യമുണ്ട്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ബോക്സിനകത്ത് തന്നെ റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ വാച്ച് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ് സെക്ഷനിലോട്ടാണ്. ഈ നൈറ്റി ഉണ്ടല്ലോ, ലേസ്. എനിക്ക് സാധാരണ നൈറ്റി എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല, പക്ഷേ ആ ഒരു ലേസ് വർക്കില്ല നൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങുകയും ചെയ്തു കേട്ടോ. ഇതെല്ലാം കുർത്തി സെക്ഷനാണ്. ഇത് പലാസോ പാൻസാണ്, നല്ല കോട്ടൺ, നല്ല കട്ടിയുള്ള പാൻസാണ്, വിലയും കുറവായിരുന്നു.
ഈ ടോപ്പെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ലേസ് വർക്കുള്ളതെല്ലാം ഇഷ്ടമാണ്. എല്ലാം സെയിം പാറ്റേണിലുള്ള പക്ഷേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളതായിരുന്നു. നല്ല ടോപ്പായിരുന്നു, പക്ഷെ വാങ്ങിയൊന്നുമില്ല. പിന്നെ ഈ നൈറ്റ് ഡ്രസ്സ് നല്ല അടിപൊളി, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു നൈറ്റ് ഡ്രസ്സിന്. ഇനിയാണ് നല്ല അടിപൊളി കളക്ഷൻസ് വരാൻ പോകുന്നത്. കിഡ്സ് സെക്ഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്രോക്സ് ഉണ്ടായിരുന്നു. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കായിരുന്നു എല്ലാം. പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ റഫ് യൂസ് അല്ലാതെ നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം പാർട്ടി വെയറിനായിട്ട് വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഫ്രോക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു നമുക്കിത് കണക്കുള്ള ഡ്രസ്സൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇടാനൊക്കെ തോന്നിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ മോഡലിനെ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോ ഫ്രോക്കുകൾ ഇങ്ങനെ വെച്ച് നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രോക്കായിരുന്നു. ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ വരുന്നത് തന്നെ, പക്ഷേ വേറൊരു കളർ ഷെയ്ഡിലുള്ള ഒരു ഫ്രോക്ക് സാൻവിക്കുണ്ട്. പക്ഷെ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം അവർക്കത് കുറച്ച് വലുതായിട്ടായിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ബോയ് ഉണ്ടായിരുന്നു ഈ ഒരു ഫ്രോക്കിനകത്ത്. പിന്നെ ഇത് നോർമൽ പാൻസ് ആയിരുന്നു, ലേഡീസിൻ്റെ തന്നെ നോർമൽ പാൻസ്. കിഡ്സ് ഷൂസൊക്കെ അവിടെ ഓഫറിന് ഇട്ടേക്കുന്നത്, അതങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. പിന്നെ വരുന്നത് ബാഗ് സെക്ഷനിലോട്ടായിരുന്നു. അതും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വാങ്ങിയൊന്നുമില്ല. ഇതെല്ലാം ഹാൻഡ് ബാഗ്. ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, നല്ല കാണുമ്പോൾ ഒരു നല്ലൊരു ബ്ലാക്ക് ബാഗൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. കാണുമ്പോൾ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരുന്നു. ഇത് വാലറ്റ് സെക്ഷനാണ്. ഇതും അതുപോലെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസാണ്. പിന്നെ നല്ല വിലയും കുറവുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഫാൻസി സെക്ഷനിലോട്ടായിരുന്നു. ഇത് എല്ലാം ഹാൻഡ് ചെയിനാണ്. ഇതെല്ലാം കാണാൻ നല്ല അടിപൊളി രസമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ബട്ടർഫ്ലൈ ക്ലിപ്പ്. ഞാൻ ഓൾറെഡി ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയൊന്നുമില്ല. പിന്നെ വരുന്നത് ഇയർ റിംഗ് ആണ്. ഈ ഒരു ബ്ലൂ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റഡ്.
പിന്നെ നമ്മൾ പോയത് നേരെ ബാംഗിൾ സെക്ഷനിലോട്ടാണ്. അപ്പം ഇതൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പം ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ഇടത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു നാട്ടിൽ നിന്ന് വെറുതെ ആ ഒരു സമയമൊക്കെ വെറുതെ വേസ്റ്റാക്കി. കാരണം നാട്ടിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നുകൂടായിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരു തോന്നലായിപ്പോയി. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഹെയർ കെയർ സെക്ഷനാണ്. ഈ ചെരുപ്പെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് റെഫ്യൂസിനൊക്കെ യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിരുന്നു, നല്ല കളറൊക്കെ ആയിരുന്നു. പിന്നെ സ്കേറ്റിംഗ് ഷൂസ് നമ്മൾ ആ പിങ്ക് വണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് യൂസ് ചെയ്തിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പാർട്ടി വെയർ സെക്ഷനാണ് കേട്ടോ. ഇത് വേറൊരു സെക്ഷനായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നല്ല ഫ്രോക്കായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ എടുത്ത് നോക്കിയൊന്നുമില്ല. ഭയങ്കര വെയിറ്റൊക്കെ ആയിരുന്നു. ഭയങ്കര വെയിറ്റെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പം നമ്മൾ വെറുതെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. എടുത്തത് അവർ ഇടയ്ക്കിടയ്ക്ക് അയൺ ചെയ്തൊക്കെ വയ്ക്കുന്നതാണ്. അപ്പം അത് കളയണ്ടെന്ന് വിചാരിച്ച് എടുത്തില്ല. പിന്നെ ഇത് വരുന്നത് സ്കൂൾ ഐറ്റംസിൻ്റെ സെക്ഷനാണ്. ഇത് ഡയറി ആയിരുന്നു. This one? These are that is slide. എന്താണ് ഇരിക്കുന്നതാണ്.
എൻ്റെ സെയിം പാൻറ്. ഈ ഒരു ചോക്ലേറ്റ് ഞങ്ങൾ വാങ്ങി കേട്ടോ, ഫെററോ റോഷൻ്റെ. ഇപ്പം ടി വിയിൽ എപ്പോഴും ഇങ്ങനെ ആഡ് കാണുമല്ലോ, അതുകൊണ്ട് വാങ്ങിയതായിരുന്നു. അതിൻ്റെ വെറൈറ്റി അത് പല ഫ്ലേവറിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നേ വാങ്ങിച്ചുള്ളൂ. ഈ ഒരു സെക്ഷനാണ് സാൻവിയുടെ ഫേവററ്റ് ആയിട്ടുള്ള സെക്ഷൻ. ഇവിടെ വന്നാൽ പിന്നെ സാൻവി സാധാരണ ഇവിടെ തന്നെ, ഇവിടെയും പിന്നെ വാച്ച് സെക്ഷനിലും ഇവിടെ ആയിട്ടായിരിക്കും മിക്കവാറും ഒക്കെ ഇരിക്കുന്നത്. ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോസ് ഒത്തിരി ലെങ്തി ആയി. അപ്പം നെക്സ്റ്റ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യാം. ഇതെല്ലാം ഓഫർ പ്രൈസാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യാം. ടാറ്റ, ബൈ ബൈ, സി യു.